സർ, ഓപ്പറേഷൻ തൃശ്ശൂല് ഇത് തുടങ്ങിയപ്പോൾ തന്നെ പാകിസ്ഥാന് നെഞ്ചിടി കൂടിയിരിക്കുകയാണ്. സർക്രീക്കിൽ ഇങ്ങനെ സൈനിക അഭ്യാസമൊക്കെ ഇന്ത്യ നടത്തുകയാണ്. ഇപ്പൊ പാകിസ്ഥാനെ മുഴുവനായിട്ട് വളഞ്ഞിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. എന്താണ് സംഭവം? പാകിസ്ഥാനെ മുഴുവനായിട്ട് വളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാൻ അവിടെ വന്ന് ചെറിയൊരു അഭ്യാസം കാണിച്ചുകൊണ്ടാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. ഈ ഗുജറാത്ത് മേഖലയിൽ ഈ നമ്മുടെ അവിടുത്തെ ബോർഡറിനകത്ത് നേരത്തെ തന്നെ തർക്കം ഉണ്ടായിരുന്നു. തർക്കം എന്ന് പറഞ്ഞാൽ അവിടെ ഈ നമ്മുടെ പറയത്തില്ലേ ചതിപ്പ് പ്രദേശം പോലെ. അപ്പൊ അതിനകത്ത് പകുതി വെച്ചിട്ടാണ് നമ്മളിത് അംഗീകരിച്ചിരിക്കുന്നത്. പക്ഷെ അവരത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഇതിനകത്ത് വലിയൊരു ഇപ്പോഴത്തെ ഈ പ്രകോപനത്തിനകത്ത് വലിയൊരു ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ ചില നീക്കങ്ങളുണ്ട്. കാരണം ഈ പ്രദേശത്ത് പലവട്ടങ്ങളിൽ നമ്മൾ ഈ ക്രൂഡ് ഓയിലിൻ്റെ അല്ലെങ്കിൽ ഇന്ധന സാന്നിധ്യം കണ്ടെത്തിയിട്ട് അതിനകത്ത് തർക്കം വന്നപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശം ഇയാൾ നേരത്തെ ഇവിടെ വന്നിരുന്നില്ല, ഞങ്ങൾ ഇവിടെ എണ്ണ ഖനനം ചെയ്യും, ആരാ ട്രംപ് പറഞ്ഞായിരുന്നു, അത് നിങ്ങളെ കൊണ്ട് മേടിപ്പിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബലൂചിസ്ഥാൻ മേഖലയിലും അല്ലെങ്കിൽ ഈ നമ്മുടെ പാകിസ്ഥാന്റെ ബോർഡറിൽ നമ്മുടെ ഖൈബർ പത്തൂൺ മേഖലയിലും വിഷയം നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ അവിടുത്തെ ഇപ്പോഴത്തെ ഒരു ഇതുവരെ ഇല്ലാത്തോണം ഒരു വ്യോമാക്രമണവും ചില വിഷയങ്ങളും അല്ലെങ്കിൽ ബഗ്രാം വ്യോമ താവളം വേണമെന്ന് പറയുന്നതിൽ അവിടെ ഒരു പൊളിറ്റിക്സ് അതിനകത്തുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റയർ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഇവിടെയും ഒരു പൊളിറ്റിക്സ് ഈ പറയുന്ന ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി. അന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞത് ചുമ്മാതെ കയറി നിൽക്കേണ്ട, അതിനകത്തോട്ട് നോക്കുക പോലും വേണ്ട, നിന്റെ കണ്ണി ഞങ്ങൾ കുത്തിപ്പൊട്ടിക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ നോട്ടാൻ പ്രഖ്യാപിച്ച് ഇപ്പം മഹാരാഷ്ട്രയിൽ, ഡൽഹിയിൽ അല്ലെങ്കിൽ ആ ബോർഡർ എല്ലാ തീരദേശത്തും പ്രദേശങ്ങളിൽ നോട്ടാൻ പ്രഖ്യാപിച്ച് വളരെ കരുതലോടുകൂടി തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇവിടുത്തെ അഭ്യാസം എന്ന് പറഞ്ഞാൽ നവംബർ 10 വരെയുണ്ട്. അതിനകത്ത് ഇപ്പം INS വിക്രാന്ത് അങ്ങോട്ട് വരുന്നുണ്ട്. INS വിക്രാന്ത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിമാനങ്ങൾ ഉൾപ്പെടെ അറിയാമല്ലോ, അതിന്ന് പറന്നിറങ്ങാൻ പറ്റുന്ന രീതിയിലൊക്കെ വിമാനങ്ങൾ ഉൾപ്പെടെ വരുന്നതാണ്. യഥാർത്ഥത്തിൽ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി എങ്ങനെ സൈനിക വിന്യാസം ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ നടത്തണം എന്നുള്ളതിൻ്റെ ഒരു ട്രെയിനിങ് ഇതൊക്കെയാണെന്നുള്ളത് ഒരു പരിശീലനം നമ്മൾക്കാവുകയും ചെയ്യും. ഇത് ചെറുതായിട്ടൊന്ന് കണ്ടോ വച്ചേട്ടാ ഇതൊക്കെ സാധനങ്ങൾ എന്നുള്ള രീതിയിൽ. അതിൻ്റെ കൂടെ 25ഓളം പടക്കപ്പൽ വരുന്നുണ്ട്. ആ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് നാവികസേന എടുത്ത് പറഞ്ഞ് മുനീറി എന്ന് പറഞ്ഞായിരുന്നല്ലേ, അതെല്ലാം ശരിചേർന്ന സ്ഥലത്താക്കാൻ നാവികസേന മേധാവിനെ ചീത്ത വിളിച്ചിട്ട് എന്തോ ഇരുന്നിട്ടാണ് ഇവിടെ. ആ പട 6 അന്തർവാഹിനിയുണ്ടായിരുന്നു, 4 കട്ടപ്പുറത്തിരിക്കും, 2 ഓടിക്കണമെങ്കിൽ അവന്ന് മെയിൻ്റെനൻസ് ചെയ്യണം. അതില്ലല്ലോ. പിന്നെ ഉത്തക്കപ്പൽ ഏതാ ഉള്ളടുത്ത് പറക്കി വിട്ട് കഴിഞ്ഞാൽ അവരുടെ INS വിക്രാന്തിൻ്റെ ആ മേളത്തെ കൊടി കാണുമ്പോഴേ ഇവിടുത്തെ അവന്മാർ ഓടി ഉപ്പാട് വരും. അന്ന് ഈ വിഷയത്തിനകത്ത് ഇവർ നമ്മൾ ഈ കപ്പൽപ്പടയൊക്കെ ഇയാൾ നിരത്തി അങ്ങോട്ട് ഇട്ടായിരുന്നു. നേരം നമ്മുടെ ഇങ്ങോട്ട് നീങ്ങുന്ന കണ്ടോണ്ട് ഉമ്മരെടുത്തോണ്ട് ഓടി സേഫ് സോണിൽ കൊണ്ടിട്ടു. വന്നതേ ഇല്ല. അവർക്ക് പിന്നെ ഈ സാറ്റലൈറ്റ് ചിത്രങ്ങളും അല്ലെങ്കിൽ റിപ്പോർട്ടുകളൊക്കെ പിന്നെ നമ്മളൊന്നും വെടിവിട്ടില്ല. നമ്മൾ കുറേശ്ശെ പറയേണ്ട പൊങ്ങച്ചൻ പറയുന്ന പണി നമുക്കില്ലല്ലോ, ചെയ്ത് കാണിക്കത്തേ ഉള്ളൂ. അപ്പോൾ അത് പിന്നെ ദേശീയ മാധ്യമങ്ങൾ ഇത് ഇട്ടു. അപ്പം ഞാൻ ഈ കപ്പൽപ്പടയുടെ കാര്യം പറഞ്ഞു. അപ്പം ഈ കപ്പൽപ്പട അതുപോലെ 40ഓളം വിമാനങ്ങൾ, നമ്മുടെ പോർ വിമാനങ്ങളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നതിന് വേണ്ടി സജ്ജമായിക്കൊണ്ടിരിക്കുന്നത്, പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്പർ ഇതുണ്ട്. ഇവർക്ക് ഈ പാകിസ്ഥാൻ്റെ തെക്കൻ ഭാഗത്താണ് ഇപ്പം ഇത്. അപ്പം ഇതിനകത്ത് സുഖോയും റാഫേലും മറ്റേതും മറിച്ചതും എല്ലാം കൊണ്ട് ഏതാണ്ട് പാകിസ്ഥാനെ മൊത്തത്തിൽ വളഞ്ഞിട്ടുള്ള ഒരു സൈനിക അഭ്യാസം. അതായത് നമ്മൾ വിചാരിക്കുന്ന ഒരവസ്ഥയിലേക്കുള്ള കാര്യങ്ങൾ. നമുക്ക് കിട്ടുന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് സിന്ധൂറിന് ശേഷം പാകിസ്ഥാനിൽ നിന്നുള്ള തിരിച്ചടി വളരെ കൂടുതലായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു തിരിച്ചടി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് തീർന്നിട്ടില്ല, നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ചതാണ്, നിർത്തിയതാണ്, ഇനി തുടങ്ങണമെങ്കിൽ എപ്പോൾ തുടങ്ങണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അതിനുള്ള കാരണം ഉണ്ടായിക്കൊണ്ട് വന്നാൽ മതി. ഇനിയും തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഇനിയൊരു തുടക്കത്തിനൊരവസരം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിലേക്ക് ഇപ്പോൾ ഇതിന് ശേഷം ഈ പാകിൻ്റെ തെക്കൻ ഭാഗത്ത് ശേഷം വടക്കിഴക്കൻ ഭാഗത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ സൈനിക അഭ്യാസത്തിന് പോകുന്നുണ്ട്. അത് ചൈന, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ് എല്ലാം കൂടെ ഉള്ളൊരു ബോർഡറാണ്. അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും നമ്മളുടെ സൈന്യത്തിന് അഭ്യാസം നടത്തും. നേരത്തെ ചിക്കൻ നെക്കിനകത്തൊരു അഭ്യാസം നടത്തിയ ഓർമ്മയുണ്ട്. നേരത്തെ അവിടെ അന്ന് അഭ്യാസം നടത്തിയതിൻ്റെ ഗുണം ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ വാർത്ത വന്നുകൊണ്ടിരിക്കുക, ചിക്കൻ നെക്കിന്റെ വീതി കൂടിയുണ്ടോ. അതുപോലെ ഏറ്റവും AI സംവിധാനം ചെയ്യത്തേ ഉള്ളൂ. AI സംവിധാനം നമ്മുടെ ഈ ജീവനില്ലാത്ത ഡോഗുകളൊക്കെ ഉണ്ടല്ലേ, അതിനെയൊക്കെ വെച്ചാണ് ഏറ്റവും മുന്തിയ രീതിയിലേക്കുള്ള ഇനിയും ലോകത്ത് AI വെച്ചിട്ട് എങ്ങനെ യുദ്ധം ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ലോകത്ത് കാണിച്ചു കൊടുത്ത ഒരു സൈനിക അഭ്യാസമാണ്. അതിനെക്കാട്ടി വലിയ അഭ്യാസം ഇപ്പോൾ ഇവിടെ ഈ
നടക്കുന്നത്. അതുകൊണ്ട് ഒരു മാസത്തെ ഒരു 15-16 ദിവസത്തേക്കുണ്ട്. അപ്പോൾ അവരിവിടെ നിന്ന് തിരിച്ച് കഴിഞ്ഞ ദിവസം തുടങ്ങിയെന്ന് തന്നെ രാവിലെ വെളുപ്പാങ്കാലത്ത് ഒരു 3-4 വിമാനം എടുത്ത് മേപ്പോട്ട് പൊക്കി താപ്പോട്ടിറക്കി വെച്ചായിരുന്നു. ആരാ ഈ ഗുജറാത്തിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ ഈ നടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് അവരുടെ 3 വ്യോമത്താവളമുണ്ട്. അപ്പം വെളുപ്പിനെ 3 മണിക്ക് 3-4 ഫൈറ്റർ ജെറ്റുകൾ മേപ്പോട്ട് പോകുന്നു. എന്നിട്ട് അവിടോട്ട് തന്നെ താഴുക. മനസ്സിലായില്ലേ? ഞങ്ങളിവിടെ ഉണ്ടെന്നൊക്കെ കാണിക്കുക, അവിടുത്തുകാരെ കാണിക്കാൻ ഞങ്ങളെല്ലാം തയ്യാറെടുക്കുകയും. ഇപ്പം നമ്മൾ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് എന്താ പറയുക, ഫയറിംഗ് പ്രാക്ടീസാണ്. ഫയറിംഗ് പ്രാക്ടീസ്, വെടിവെക്കുന്നതിൻ്റെ പ്രാക്ടീസ്. അതെങ്കിലും നല്ലതുപോലെ പഠിച്ചാൽ മതിയായിരുന്നേ. കൃത്യമായിട്ട് വെടിവെക്കാനെങ്കിലും ഇവന്മാർ പഠിച്ചാൽ മതി. കാരണം ഈ നമ്മുടെ ഈ ബോർഡറിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ മനസ്സില്ല, നമ്മൾ വൈകിട്ട് എല്ലാ ദിവസവും ബോർഡർ അടയ്ക്കുന്ന ഉണ്ടല്ലോ പാകിസ്ഥാൻ, അവിടുത്തെ പരേഡ്, അവിടുത്തെ പരേഡ് കണ്ടിട്ടുണ്ട്. ഇന്ത്യക്കാരൻ്റെ പരേഡും പാകിസ്ഥാൻകാരൻ്റെ പരേഡും ഇന്ന് വൈകിട്ട് പോയിട്ട് നോക്കിയാൽ മതി. ഈ പാകിസ്ഥാൻകാരുടെ പരേഡ് എന്ന് പറഞ്ഞാൽ ഗർഭിണി പെണ്ണ് നടക്കുന്ന പോലെ. മനസ്സിലായില്ലേ? അത് നടന്നേ വെക്കുമല്ലോ, നടക്കാതിരിക്കാനൊക്കെ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് അതിന് നടന്നേ വെക്കൂ, അതുകൊണ്ട് നടക്കും. സാധാരണക്കാരൻ നടക്കുന്ന പോലെ നടക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പട്ടാളങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പോലും വരുന്നു. അപ്പം ഇതിനകത്ത് ഈ നോട്ടാം പ്രഖ്യാപിക്കുകയും അല്ലെങ്കിൽ സൈനിക അഭ്യാസമൊക്കെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കരുത്ത് കാണിക്കുകയൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ തയ്യാറെടുപ്പുകൾ വലിയ വലിപ്പത്തിൽ നടത്തുന്നു. അല്ലെങ്കിൽ നമുക്കെതിരെയുള്ള നീക്കം ഈ പറയുന്ന ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നായാലും ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നാലും നമുക്ക് ഇപ്പോൾ കുഴപ്പമില്ലെങ്കിൽ തന്നെയും നമ്മൾ ഏത് സമയവും നമ്മളെ ഈ മിത്രമായിട്ടും അല്ലെങ്കിൽ വിശ്വസിച്ച് പോകാൻ പറ്റുന്ന ഒരു രാജ്യമൊന്നും അല്ലല്ലോ ഈ ചൈന എന്ന് പറയുന്നത്. ചൈനയുടെ അവരുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്നാൽ ഞങ്ങൾ ചതിക്കും. അമേരിക്കയുടെ അതല്ല. ഇവരെ നമ്മൾ പറയത്തില്ല, നമ്മൾ ഈ പേരൊക്കെ ഈ ടൈറ്റിൽ നെയിം ഒക്കെ എഴുതുന്ന പോലെ ഞങ്ങൾ ചതിക്കും. അപ്പം ചതിക്കും എന്ന് പറഞ്ഞാൽ അപ്പം ഇപ്പം നിവർത്തികേട് കൊണ്ട് നമ്മുടെ ഭാഗമായിട്ട് നിന്നാലേ ഇവർക്ക് ഈ പറയുന്നത് പോലെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്നാലേ പറ്റത്തുള്ളൂ. അവർ മാനുഫാക്ചറിങ്, അവരുടെ കയറ്റുമതിയാണല്ലോ അവരുടെ അടിസ്ഥാനം. അപ്പം ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വിൽക്കാൻ ഇപ്പം ലോകത്ത് ഉള്ള രാജ്യം അല്ലെങ്കിൽ അതിനുള്ള കമ്പോളം ഉള്ള രാജ്യം, അതിന് മേടിക്കാൻ കഴിവുള്ള രാജ്യം അതൊക്കെ ചൈനയല്ല, ഇന്ത്യയാണ്. അപ്പം ഡിപ്പെൻഡേഷൻ വേണം. ഇപ്പം അദ്ദേഹം കൂടെ കൂട്ടിയിട്ടുണ്ട്, റെയർ മെറ്റീരിയൽസ് ഒക്കെ വേണമല്ലോ, അല്ലെങ്കിൽ ചൈനയ്ക്ക് കൂടെ ഉണ്ട്. അപ്പം എന്നാലും ചൈന അങ്ങോട്ട് കൂടെ കൂട്ടിയിട്ട് ഇന്ത്യയെ പണിയുന്നതിന് വേണ്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഇപ്പോൾ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അയാളെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. ചില ആൾക്കാർ ഇനി അവനോട് കൂട്ടിയിട്ട് കാര്യമില്ല എന്ന് വെച്ചാൽ രണ്ടാമനായിട്ട് പുള്ളി ഞങ്ങൾക്ക് മൂന്നാമതൊരുത്തൻ വരുന്നുണ്ട്, അവനെ നമുക്ക് 2 പേർ കൂടെ തടയാവും. ആരാ? ചൈനയുടെ കൂട്ട് പിടിച്ചിട്ട് ഇന്ത്യക്കൊക്കെ ഉള്ള പണി. ഇപ്പൊ ചൈനയ്ക്കും താല്പര്യമാണല്ലോ. അപ്പം പക്ഷേ ചൈനയ്ക്ക് അറിയാൻ താല്പര്യമൊക്കെ ഉണ്ട്, അത് വെളിച്ചത്തായ അവന്മാർ വീണ്ടും പണി തരും. പണ്ട് നമ്മൾ കൊടുത്തില്ലയോ, ഏതാ താഴെ കൊടുത്തു. പിന്നെ നമ്മുടെ ഈ ആപ്പുകൾ മൊത്തം കോടി രൂപ ആപ്പുകൾ ഉപദ്രവിച്ചു പറഞ്ഞ് ഈ കളിപ്പാട്ടം വേണ്ടാന്ന് പറഞ്ഞു. മോദി എന്നിട്ട് ഈ തമിഴ്നാട്ടിൽ ചെന്നിട്ട് പറഞ്ഞു ഇത് ഉഗ്രം കളിപ്പാട്ടം വന്നിട്ട് പണിഞ്ഞു വെച്ചിട്ട് നമുക്ക് വെളിയോട്ട് വിടാം. ഇപ്പൊ കളിപ്പാട്ടത്തിനകത്ത് അവന്മാർക്കായിരുന്നു മൊണോപ്പൊളി, ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ കയറ്റിവിടുന്നുണ്ട്. അപ്പോൾ അവർക്കറിയാം പണി. ഇപ്പോൾ ഒരുമാതിരി പണി കിട്ടി, ഒരുമാതിരി ഇപ്പം താരിഫിന്റെ വിഷയം വന്നിട്ട് ശരിയാക്കിക്കൊണ്ട് വരിക. ഇനിയും മേടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്വഭാവം അറിയാം. കാരണം കോംപ്രമൈസ് ഒന്നുമില്ല, അതിൻ്റെ കാര്യമില്ല. മനസ്സിലായില്ല? ഇന്ത്യക്ക് അതിനുള്ള കരുത്തുണ്ട്, കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ പുറകെ വരുന്നു, അംഗീകരിക്കുന്നു. നേരത്തെ ഇവിടെ ആരും ദാനം കച്ചവടം ചെയ്യാനൊന്നും വന്നില്ലല്ലോ. ഇവിടെ ഇതുപോലെ ഇന്ത്യ സല്യൂട്ട് അടിച്ചു നിന്നില്ല. ഇപ്പം ചർച്ച ചെയ്യാൻ വരുന്നുണ്ട്, നമ്മുടെ സാധനം ഉണ്ടോ, നമ്മുടെ സ്റ്റഫുണ്ട്, നമ്മളുടെ അടുത്ത് ചർച്ച ചെയ്തിട്ടേ കാര്യം ഇവരൊക്കെ നിൽക്കാൻ പറ്റത്തുള്ളൂ, അവർ സാധനം നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിൽ നമുക്ക് നിൽക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യമൊന്നുമില്ല. ട്രംപിനിപ്പോൾ സാധനം വേണമെന്നുണ്ടെങ്കിൽ അവൻ്റെ റെയർ മെറ്റീരിയൽസ് അവൻ്റെ അതിൻ്റെ 92% അവൻ്റെ കയ്യിലായിരിക്കുന്നു, ലോകത്ത് കൊടുക്കുന്നത്. അവൻ പിണങ്ങിയാൽ ഈയുടെ വിൻഡ് മില്ല് അനങ്ങത്തില്ല, മിസൈൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല. J-35 ഏറ്റവും F-35 5ാം തലമുറ വഴി കിടക്കുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, അത് പണിയാൻ പറ്റത്തില്ല. കപ്പലിൻ്റെ ഇത് പണിയാൻ ഒന്നും പറ്റത്തില്ല. അപ്പം അത് അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരും 100% താരിഫ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവന്മാരങ്ങോട്ട് തിരിച്ചങ്ങോട്ട് അടിച്ചു കൊടുത്ത് ഇവൻ്റെ കപ്പൽ അവിടെ ചെല്ലുമ്പോൾ അവൻ താരിഫ് പിടിക്കുക, അവൻ്റെ കപ്പൽ ഇവിടെ വരുമ്പോൾ ഇപ്പം ട്രംപിന് മനസ്സിലായി പഴയ പോലെ വരട്ടിയിടൊന്നും കാര്യമില്ല. പണ്ട് ചില കൊച്ചു പിള്ളേരൊക്കെ വലിയ അട്ടമ്പ് എടുത്ത് പോടാ അതിൻ്റെ പാട്ടെന്ന് പറയത്തില്ലേ, പറഞ്ഞില്ല. ഇപ്പം ട്രംപ് അവിടെ ഇടയ്ക്ക് നിന്നിട്ട് വാട കാണിച്ചു തരാം, എന്നേ പറയും വാടാന്ന് പറയുക. പണ്ടൊക്കെ തിരിഞ്ഞു പോകരുത്, നീ വാടാ ഞാൻ കാണിച്ചു തരാമെന്നപ്പോൾ ട്രംപ് പറത്തിൽ നിർത്തി. ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് കാണുന്നു കേൾക്കുന്നു ഒന്നുമില്ല, പറത്തിലൊക്കെ നിർത്തി. കാര്യമൊന്നുമില്ല. ഇനി എങ്ങനെയൊക്കെ ഉരുട്ടിപ്പെടുത്തി അല്ലെ ഉള്ള പൂച്ചൂടെ വെളിയിച്ചാടും എന്നുള്ളത്. ഇപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം നമ്മളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നോട്ടാം പ്രഖ്യാപിച്ചു. ഏതാണ്ട് ഈ ഗുജറാത്ത് മേഖലയിലും അല്ലെങ്കിൽ മറ്റിടത്തും ലോകം തോലും ചർച്ച ചെയ്യുന്ന രീതിയിലേക്കുള്ള സൈനിക അഭ്യാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ പാകിസ്ഥാൻ വെടിവെച്ച് പരിശീലനം പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ്
ഇപ്പോൾ അന്താരാഷ്ട്ര റിപ്പോർട്ട്. ഏതായാലും ഈ നോട്ടാമിന് ശേഷം വടക്ക് കിഴക്കൻ മേഖലയിലേക്ക് കൂടി സൈനിക അഭ്യാസത്തിന് വേണ്ടി ഇന്ത്യ തയ്യാറെടുക്കുന്നു. അതായത് മൊത്തത്തിൽ എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും അല്ലെങ്കിൽ ഒരു റിവിഷനിങ്ങും മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഒരു സൈനിക അഭ്യാസം ഞങ്ങൾ തയ്യാറായേ മതിയാകും, അതേ രീതിയിലേക്കുള്ള റിപ്പോർട്ടുകളാണ് പല അർത്ഥത്തിലും ഇന്ത്യക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.